എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കേരള PSC നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ എന്ന എക്സാമിൻ്റെ 2024 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഉള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. സൈനിക സഹായ വ്യവസ്ഥ നാട്ടുരാജാക്കന്മാർക്ക് പരിപൂർണ അധികാരം നൽകി. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവിന് മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാവുന്നതാണ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ശരി ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശരി ഉത്തരം ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അതായത് 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം എന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തേണ്ടിയിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തവ ഏതെല്ലാം? ജപ്പാൻ, ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്. ഇതിൽ സഖ്യത്തിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദ്യം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 and 3 ആണ്. അതായത് 1 എന്ന് പറയുന്നത് ജപ്പാനും 3 എന്ന് പറയുന്നത് ജർമ്മനിയും സഖ്യത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? ഉൾപ്പെടാത്തവയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഡൽഹി സർവകലാശാല, ശാന്തി നികേതൻ. ഇതിൽ ഈ ക്വസ്റ്റ്യൻ PSC ഫൈനൽ ആൻസർ കീയിൽ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തെറ്റായിട്ട് ഉള്ള ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തമിഴ് കാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ചേര രാജവംശം, മൂഷക രാജവംശം, ആയി രാജവംശം, ചോള രാജവംശം. ഇതിൽ തമിഴ് കാലഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് ശരിയുത്തരമായിട്ട് വരുന്നത്. 2 and 3. അതായത് ഏതാണ്? മൂഷക രാജവംശവും അതുപോലെ തന്നെ ആയി രാജവംശവും എന്താണ്? തമിഴ് കാലഘട്ടങ്ങളിൽ ഉൾപ്പെട്ടിരുന്നില്ല. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? കുമിന്താങ് പാർട്ടി, ബോൾഷെവിക് പാർട്ടി, ഫലാങ് പാർട്ടി, മെൻഷെവിക് പാർട്ടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 and 3 ആണ്. കുമിന്താങ് പാർട്ടി റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധമൊന്നുമില്ല. അടുത്തത് എന്താണ്? ഫലാങ് പാർട്ടിക്കും റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ
എ ആണ് 1 and 3. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അവലോകനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആൻസറുകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? നമുക്കറിയാം, സിമ്പിൾ ചോദ്യമാണ്. ബുധൻ, ശുക്രൻ എന്നും പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ബുധനാണ്, രണ്ടാമത്തത് ശുക്രനാണ്. അപ്പോൾ 1 ഉം 4 ഉം വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 and 4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് അഗ്നിപർവ്വതങ്ങളിൽ കൂടി ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ്. അഗ്നിപർവ്വതങ്ങളിൽ കൂടി ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് കാമ്പ്, ഭൂവൽക്കം, അസ്തനോസ്ഫിയർ, അഗ്നിപർവ്വത ജന്യശില. അഗ്നിപർവ്വതങ്ങളുടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അഗ്നിപർവ്വതങ്ങളിൽ കൂടി ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ ഒരു കളി തന്നെയാണ്. താഴെ തന്നിരിക്കുന്നതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് ഇത്. സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന ഏറ്റവും അപകടകാരിയായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായിട്ട് വർത്തിക്കുന്നത് ഓസോൺ പാളിയിലാണ്. അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അത് അല്ല അല്ലേ, നമുക്കറിയാം അത് സ്ട്രാറ്റോസ്ഫിയറിലാണെന്നറിയാം. അങ്ങനെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഈ പാളിയിലാണ്. ജൈവ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. അപ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? 1 ഉം 4 ഉം. 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ മതി. 1 ഉം 4 ഉം. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണ് മീസോസ്ഫിയർ എന്ന് നമുക്കറിയാം. അടുത്തത് ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയിലാണ്. അപ്പോൾ 1 ഉം 4 ഉം ഉള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അടുത്തത് കാരക്കോറം, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാരക്കോറം, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണ്? കാശ്മീർ ഹിമാലയമാണോ? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയമാണോ? ഡാർജിലിംഗ് സിക്കിം ഹിമാലയമാണോ? അരുണാചൽ ഹിമാലയമാണോ? ആൻസർ ഓപ്ഷൻ എ ആണ്, കാശ്മീർ ഹിമാലയം. കാരക്കോരം, സസ്കർ, പീർ പഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയമാണ് കാശ്മീർ ഹിമാലയം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനങ്ങൾ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? അറബിക്ക, റോബസ്റ്റ ആൻഡ് ലിബറിക്ക എന്നീ 3 ഇനങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ കാപ്പിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അടുത്തത് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ചാലിയാർ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആൻസർ ഇളമ്പാരി മലയിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. ഇളമ്പാരി മല. അടുത്ത ചോദ്യം, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏതൊക്കെ 2 ഗർത്തത്തിന് ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏതൊക്കെ 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ബി ആണ്, മാൻസിനസ് സിയും സിംപേലിയസ് എന്നും. മാൻസിനസ് സി, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് മാൻസിനസ് സിക്കും സിംപേലിയസ് എന്നിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ നീതി ആയോഗാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരാണ് നീതി ആയോഗ്. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഗ്രാമീണ വികസനത്തിൻ്റെ ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് നബാർഡ്. അടുത്ത ചോദ്യം, സാധനങ്ങളുടെ വില തുടർച്ചയായിട്ട് വർദ്ധിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണ്? അതാണ് പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ.
സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാനപ്പെട്ട അളവുകോലുകൾ എന്താണ്? ജനറൽ ഡെവലപ്മെൻറ്റ് പ്രോഡക്റ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ജനറൽ ഡെവലപ്മെൻറ്റ് പ്രൈസ്, ഇവയൊന്നുമല്ല. ആൻസർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, GDP ആണ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാനപ്പെട്ട അളവുകോലാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP. അടുത്ത ചോദ്യം, 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്ത താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. ലോക്സഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കിയത് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്തത്, സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. 42ാം ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ല. അപ്പോൾ ഏതൊക്കെയാണ് ശരി വരുന്നത്? ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ 5 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. അത് ശരിയാണ്. അടുത്തത്, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ ബിയും സിയുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത്. അടുത്തത് 20, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. ഇത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്ത് FPTP അനുസരിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്. അത് ശരിയാണല്ലേ? ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെന്ന് നമുക്ക് അറിയാം. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഇവിടെ വരുന്നത്, ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്, രാജ്യസഭയാണ് സ്ഥിരം സഭ, അതുകൊണ്ട് അത് തെറ്റാണ്. അടുത്ത, രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചാണ്. അങ്ങനെയല്ല, രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ഇത് 3ഉം തെറ്റാണ്. അപ്പോൾ എയും ബിയും ഡിയും തെറ്റായിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരാണെന്ന് കണ്ടെത്തുക. സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. BR അംബേദ്കർ ആണ് സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത്. ഡോക്ടർ BR അംബേദ്കർ ആണ് ശരി ഉത്തരം. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ചിട്ട് പറയുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തെ പറ്റി പറയുന്നത്. അടുത്തത്, ചേരുംപടി ചേർക്കാനുള്ളതാണ്. 23, അടിയന്തരാവസ്ഥ ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. 23, അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ A2 ഓപ്ഷൻസ് നോക്കുക. 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അടുത്ത, ഭരണഘടനാ ഭേദഗതി വന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്
ഭരണഘടനാ ഭേദഗതി. അപ്പോൾ B1 വരുന്നത് ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഡി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ സി വരുന്നത് അമേരിക്കയാണ്. അടുത്തത് എന്താണ്? അവശിഷ്ട അധികാരങ്ങൾ വരുന്നത് കാനഡയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ ജർമ്മനിയാണ്. ഭരണഘടനാ ഭേദഗതി സൗത്ത് ആഫ്രിക്കയാണ്. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ വരുന്നത് അമേരിക്കയാണ്. അവശിഷ്ട അധികാരങ്ങൾ വരുന്നത് കാനഡയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിൻ്റെ ആൻസർ എന്താണ്? ഡി ആണ് വരുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷനാണ് ഉത്തരം. അടുത്തത്, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? നമ്മൾ പറയാം, ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് ഇത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഇതൊരു ചേരുമ്പട് ചേർക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്രീഡം ഫ്രം ഫിയർ, ലോങ് വോക്ക് ടു ഫ്രീഡം, ടു കൺസെപ്റ്റ് ഓഫ് ലിബേർട്ടി, ഓൺ ലിബേർട്ടി. അപ്പോൾ ലോങ് വാക്ക് ടു ഫ്രീഡം നമുക്കറിയാം ആരാണ്, അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെൽസൺ മണ്ടേലയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ബിയുടെ ഓപ്ഷൻ 1 ആണെന്നറിയാം. ബിയുടെ ഓപ്ഷൻ 1 ആണ്. അടുത്തത്, ബിയുടെ ഓപ്ഷൻ 1 ആണ്. എയുടെ ഓപ്ഷൻ 2 ആണ്. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ ആരാണ് എഴുതിയിട്ടുള്ളത്? ഓങ് സാങ് സൂചിയാണ്. ഫ്രീഡം ഫ്രം ഫിയർ ഓങ് സാങ് സൂചിയാണ് എഴുതിയിട്ടുള്ളത്. അടുത്തത് സി ഓപ്ഷൻ, സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, അതാരാണ്? ഇസയ ബെർലിനാണ് അത് എഴുതിയിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, ഇസയ ബെർലിൻ. അടുത്തത് സ്വാതന്ത്ര്യത്തിലേക്ക്, ഓൺ ലിബേർട്ടി എഴുതിയിട്ടുള്ള ആരാണ്? JS മില്ലാണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. ഭയത്തിൽ നിന്നുള്ള മോചനം ഓങ് സാങ് സൂക്കിയാണ്. ഫ്രീഡം ഫ്രം ഫിയർ. അടുത്തത് ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയാണ്. അത് മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം B1 ഉള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. C4 സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക് JS മിൽ. അപ്പോൾ നമുക്ക് ഒരു ആൻസർ അറിയാമെങ്കിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത്, നാരി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ്. ആൻസർ സി ആണ്. 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത്. അടുത്ത 28, കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസറാണ് കളിത്തട്ട് എന്ന പദ്ധതിയാണ് നാടൻ കളികളുടെ പ്രചാരണത്തിന് വേണ്ടിയിട്ട്
ആരംഭിച്ചിട്ടുള്ളത്. അടുത്തത് കറുത്ത പട്ടേരി എന്ന് അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ VT ഭട്ടതിരിപ്പാടാണ്. അടുത്ത എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാണ്? എൻഡോസൾഫാന് വേണ്ടിയിട്ടുള്ള ദുരിതബാധിതർക്ക് വേണ്ടിയുള്ളതാണ് സ്നേഹസാന്ത്വനം പദ്ധതി. അടുത്തത് ഒരു ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. സമത്വ സമാജം ആത്മവിദ്യാസംഘമാരാണ്? വാഗ്ഭടാനന്ദനാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളാണ്. അരയ സമാജം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവനാണ്. അരയ സമുദായം KP കറുപ്പനാണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഉള്ള ഇത് ഇതിനകത്ത് കാണുന്നില്ല. A2 വരുന്നതുണ്ട്. B4 ആണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ B1 ആണ്. B1 വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. C3 വരുന്ന ഓപ്ഷൻ. D4 ഉണ്ടോ? ആൻസറുകൾ തിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വരേണ്ടത് കുമാര ഗുരുദേവനാണ്. പക്ഷേ ആൻസർ മാർക്ക് ചെയ്തപ്പോഴും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ PSC ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം, ജീവകം B12, ജീവകം B12 അതുപോലെ തന്നെ ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലിപ്പം കൂടിയതുമായിട്ടുള്ള ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണ്? അപ്പോൾ എന്തൊക്കെയാണ്? ജീവകം B12ഉം B9ൻ്റെയും അഭാവം മൂലമാണ് വിളർച്ചയുടെ ഒരു അവസ്ഥയുണ്ടാകുന്നു മനുഷ്യ ശരീരത്തിൽ. ഈ രോഗാവസ്ഥയുടെ പേരാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് പറയുന്നത്. മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ്. വിളർച്ച എന്ന് വെച്ചാൽ അനീമിയാണെന്നറിയാം. ഇവിടെ 2 അനീമിയ കൊടുത്തിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയയും അതുപോലെ തന്നെ മെഗലോബ്ലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. ഒരു ജനിതക തകരാറാണ് സിക്കിൾ സെൽ അനീമിയ. അതുകൊണ്ട് തന്നെ ഇത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ എലിമിനേഷൻ മെത്തേഡിലൂടെ ആൻസർ കണ്ടുപിടിക്കണം. മലേറിയ രോഗകാരികൾ ആയിട്ടുള്ള പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്ലാസ്മോഡിയം ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് കരളിലാണ് എത്തുന്നത്. കരളിൽ എത്തിയതിനു ശേഷം അതിൻ്റെ പ്രത്യുൽപാദനം നടത്തി പിന്നീട് അത് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ കരളിനെ ബാധിക്കുന്നതാണ് മലേറിയ. താഴെ തന്നിരിക്കുന്ന ഹരിത പ്രഭാവത്തിന് കാരണമായിട്ടുള്ള വാദങ്ങൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന എന്തൊക്കെയാണ്? ഗ്ലോബൽ വാർമിങ്ങിന് കാർബൺ ഡൈ ഓക്സൈഡ് ബാധകമാവും. എല്ലാത്തിലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അതുപോലെ മീഥേനും ആവുന്നുണ്ട്. SO2 ഇല്ല, പക്ഷേ CFC ഉണ്ട്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ B ആണ് നമുക്ക് ശരി ഉത്തരവായിട്ട് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, CFC, നൈട്രസ് ഓക്സൈഡ്, N2O ഇതൊക്കെ എന്തിന് കാരണമാവുന്നുണ്ട്? ഹരിതഗൃഹപ്രഭാവത്തിന് കാരണം ആവുന്നുണ്ട്. അടുത്തത് IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുകയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് വൺ, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യക്കാരനാരാണ്? പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യക്കാരനാരാണ്? ഡോക്ടർ എസ് ഫെയ്സിയാണ് ശരി ഉത്തരം. പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായിട്ടുള്ള പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യക്കാരനാണ് എസ് ഫെയ്സി. അടുത്തത് പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്?
പ്രകാശവർഷം എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം, ദൂരത്തിൻ്റെ യൂണിറ്റാണ്. അടുത്തത് 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പവർ എത്രയാണ്? പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1000 ജൂളാണ് ഉള്ളത്, അത് ഡിവൈഡഡ് ബൈ 2 സെക്കൻഡാണ്. അപ്പോൾ എത്ര വരും? 500 വാട്ട് ആൻസറായിട്ട് വരും. ആൻസർ ഡി ആണ്, 500 വാട്ടാണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, ജിയുടെ വില ധ്രുവങ്ങളേക്കാൾ ഭൂമധ്യരേഖയിൽ കുറവാണ്. ഇതിൻ്റെ കാരണം എന്താണ്? അതായത് ഗ്രാവിറ്റേഷൻ്റെ അളവ് പോൾസിലാണ് കൂടുതൽ, ഇക്വേറ്ററിൽ കുറവാണ്. അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ആകൃതി തന്നെയാണ് അതിനുള്ള കാരണം. ഭൂമിക്കൊരു ജിയോഡ് ഷേപ്പാണ്, അതുകൊണ്ട് തന്നെ പോൾസിൽ കൂടുതലായിരിക്കും ജിയുടെ വാല്യൂ. അടുത്ത, ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ളതാണ്? ഇതിൻ്റെയും ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ ഇല്ല, PSC അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അറ്റോമിക നമ്പർ 31 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ 2, 8, 8, 8, 10, 18, 24 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 7. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എത്രയാണ്? 7 ഉള്ളത്. ഇവിടെ 5. അപ്പോൾ എത്ര പീരീഡ് വരും? 1, 2, 3, 4, 5. 5 പീരീഡും വരും. ഇവിടെ KLMN അപ്പോൾ എത്ര പീരീഡ്? N വരെ വരുന്നുണ്ട്. പീരീഡ് 4. ഗ്രൂപ്പ് 8, 5, 13. 13ാമത്തെ ഗ്രൂപ്പുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. 30.98 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ആണ്. അടുത്ത, കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് 30.98 ആണ്. 30.98 കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് 30.98 എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ മർദ്ദം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ലിക്വിഡാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവാണ് എത്ര എന്ന് പറയുന്നത്? 30.98 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പൊട്ടാസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ എന്നീ മൂലങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായിട്ടുള്ള ക്രമം എന്താണ്? ഇതിൻ്റെ ആൻസർ ഇതാണ്. പൊട്ടാസ്യം ഗ്രേറ്റർ മഗ്നീഷ്യം ഗ്രേറ്റർ അലൂമിനിയം ഗ്രേറ്റർ സിലിക്കൺ. പൊട്ടാസ്യമാണ് കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത്. അതിനുശേഷം മഗ്നീഷ്യം വരും, പിന്നെ അലൂമിനിയം വരും, അടുത്തത് സിലിക്കൺ വരും.
ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ലോഹം എന്താണ്? ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി യൂസ് ചെയ്യുന്നത് എന്താണ്? ലിഥിയം ബാറ്ററീസാണ്. ലിഥിയം അയണും ഉണ്ട്, ലെഡ് ആസിഡും ഉണ്ട്. കൂടുതലായിട്ടും പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററീസാണ്. കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചു എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ കരുത്തോടെ ഒന്നിച്ചു എന്നുള്ളത് ഒളിമ്പിക്സിൻ്റെയാണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം എന്താണ്? അനാട്ടമി ഓഫ് എ ഫോൾ ആണോ, ഓപ്പൺഹൈമർ ആണോ, വാർ ഈസ് ഓവർ ആണോ, പുവർ തിങ്സ് ആണോ? ആൻസർ ഓപ്പൺഹൈമർ ആണ്. 2024 ഓസ്കാർ. അപ്പോൾ ഓസ്കാർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ചോദ്യങ്ങൾ വരും. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്തോ, ലവനിയിൽ ആദ്യമാ ഒരാത്മരൂപം, അവനൻ ആത്മസുഖത്തിനാചരിക്കൂ, നവ പരന്നു സുഖത്തിനായി വരയണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികൾ ഏതു കൃതിയിലേതാണ്? ആൻസർ ആത്മോപദേശ ശതകം. അടുത്ത ചോദ്യം, CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ എന്തെല്ലാം? സാകേതം, കലി, ദൈവത്താർ, ലങ്കാലക്ഷ്മി. ആൻസർ C ആണ്, 1 and 4. സാകേതവും വരുന്നുണ്ട്, ലങ്കാലക്ഷ്മിയും വരുന്നുണ്ട്. CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങളാണ് സാകേതവും അതുപോലെ തന്നെ ലങ്കാലക്ഷ്മിയും. അടുത്തത്, കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ എന്തെല്ലാം ആണ്? കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവനകൾ: പാലക്കാട് ജില്ലയിലെ മാത്രം പ്രചാരത്തിൽ ഉള്ളതാണ്. മലമക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണ് ഇത്. ഇപ്പോൾ ആൻസർ എന്തൊക്കെയാണ്? 49 ആൻസർ C ആണ്. 1, 2, 3 ശരി. കണ്യാർ കളി എവിടെയാണുള്ളത്? പാലക്കാട് ജില്ലയിലാണുള്ളത്. അപ്പോൾ അത് ശരിയാണ്. മാമലക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ചിലപ്പതികാരത്തിൽ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള കളിയാണ് ഇത്, കണ്യാർ കളി. അപ്പോൾ 1, 2, 3 ശരിയായിട്ട് വരുന്നുണ്ട്. അടുത്തത് 50ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാനം പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ആശാപൂർണ ദേവി, ശരൺകുമാർ ലിംബാളെ, പ്രഭാവർമ്മ, M. ലീലാവതി. അപ്പോൾ ഇതിൽ സരസ്വതി സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? ശരൺകുമാർ ലിംബാളെയുണ്ട്, പ്രഭാവർമ്മയുണ്ട്. ആൻസർ B ആണ്. 50ൻ്റെ ആൻസർ B ആണ്. Two and 3 is the right answer. അപ്പോൾ നമ്മൾ ക്ലാസ് ലെങ്തി ആകുന്നത് തന്നെ പാർട്ട് 1 ആണ് ഇവിടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 1 ആണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി പാർട്ട് 2 അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ കൂടി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ലെങ്ത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.